ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആകെപ്പാട് ടയേർഡാണ്. ടയേർഡ് മീൻസ് നമുക്ക് ചില ദിവസങ്ങളുണ്ടാവുമല്ലോ, നമുക്ക് തന്നെ നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ചില ദിവസങ്ങൾ കാണുമല്ലോ. ഞാൻ അങ്ങനത്തെ ഒരു ദിവസമാണ് എൻ്റെ ഇത്. കാരണം എനിക്ക് രാവിലെ എണീറ്റപ്പോൾ തൊട്ട് തീരെ താല്പര്യമില്ല. എണീക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഒന്നും താല്പര്യമില്ല. ഒരു വൃത്തിയായിട്ട ദിവസമൊന്നും വേണം പറയാം. അപ്പോൾ അന്നത്തെ ദിവസത്തെ വ്ളോഗാണ് നിങ്ങളിപ്പോൾ ഈ കാണാൻ പോകുന്നത്. എന്നാണെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ശരിക്കും പറഞ്ഞാൽ അമ്മയച്ഛനൊക്കെ ഉണ്ട്, പക്ഷെ ഒരു ഒറ്റപ്പെടൽ തോന്നിയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ വേറെ എനിക്ക് ഭയങ്കര ബോറടിക്കുന്ന ദിവസം, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. ശരിക്കും പറഞ്ഞാൽ കുളിച്ചത് തന്നെ ഇപ്പോഴാണ്. ടൈം വേണേൽ കാണിച്ചു തരാം. ഞാൻ 4:17 ആയിട്ടുണ്ട്. സമയം ഇപ്പോൾ ഏകദേശം 4:17 ആയിട്ടുണ്ട്. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കുളിച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി കാണും. 10 മിനിറ്റേ ആയിട്ടുള്ളൂ. ഞാൻ കുളിക്കാൻ പോലും എനിക്കിന്ന് ഭയങ്കര മടിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ കുളിക്കാതെ കുറേ നേരം ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. രാവിലെ എണീറ്റ് ഏകദേശം ഒരുവിധമുള്ള ജോലി ഒതുക്കി കഴിയുമ്പോൾ എനിക്ക് കുളിക്കണം. കുളിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു റിഫ്രഷ്മെൻ്റ് ആണല്ലോ നമുക്ക്. പക്ഷെ എനിക്ക് ഇന്ന് കുളിക്കാൻ പോലും തോന്നിയില്ല. ഭയങ്കര കിടക്കണം. അല്ലെങ്കിൽ ചാനൽ കണ്ടിട്ടുണ്ട്, കുറച്ച് പേരെങ്കിലും അറിയായിരിക്കും. ഞാൻ കുഴപ്പമില്ലാതെ സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാനിന്ന് കരുതി ഇതിലൊരു ജസ്റ്റ് ഒരു മേക്ക് ഓവർ കൊടുക്കാം എന്ന് കരുതി. അതായത് ഈ ഡ്രസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ചിലപ്പോൾ ഡ്രസ്സ് കുറേ നാളിങ്ങനെ അലക്കാതിരിക്കേണ്ട എന്തെങ്കിലും സിറ്റുവേഷനൊക്കെ വരിക, അല്ലെങ്കിൽ മടിയൊക്കെ പിടിച്ചിട്ട് ഞാനിങ്ങനെ ഡ്രസ്സ് മാറ്റിയിട്ട് ഒരു ഡ്രസ്സ് പോലും ബാക്കിയുള്ളതൊരവസ്ഥ വരാത്തവരാരും കാണത്തില്ല, ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാൻ നേരത്ത് ഞാൻ എടുത്തിട്ടുന്ന ഡ്രസ്സ്. അപ്പം ഈ ഡ്രസ്സ് എന്നൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടോ അപ്പോഴൊക്കെ എനിക്കറിയാം നാളത്തേക്ക് ഇടാൻ വരെ ഡ്രസ്സ് ബാക്കിയില്ല. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഫ്രോക്ക് തയ്ച്ചപ്പോൾ അതിൽ ബാലൻസ് വന്ന മെറ്റീരിയലാണ് കേട്ടോ ഇത്. അതുകൊണ്ടാണ് ഞാനൊരു ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് ആകപ്പാട് കുറച്ച് വെട്ട് കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയെടുത്തിട്ടാണ് ഞാൻ ഒപ്പിച്ചെടുക്കുന്നത്. ഞാൻ ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് വെറുതെ ആയിരുന്നു സ്റ്റിച്ച് ചെയ്യുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു സ്റ്റോറി ടെല്ലിങ് അങ്ങനെ എന്തെങ്കിലും ചാനലൊക്കെ വെച്ചിട്ട് അതൊക്കെ കേട്ടോണ്ടിരുന്നിട്ടൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തുള്ളൂ. അപ്പോൾ സമയം പോകുന്ന അറിയത്തില്ല, നല്ല രസമായിരിക്കും. നമ്മൾ എന്താ പറയുക, നോക്കുമ്പോൾ 2 ജോലികളാണ്. കാരണം ചെവിക്കും വർക്ക് കൊടുക്കുന്നുണ്ട്, കൈക്കും കാലും ഒക്കെ വർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് എൻ്റെ കയ്യിലാണെങ്കിൽ ഈ മെറ്റീരിയലിന്റെ വെട്ട് കഷ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ. ഒത്തിരി മെറ്റീരിയൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിലില്ല. ക്രോപ്പ് ടോപ്പ് ആണ് സംഭവം. കാരണം ഞാനൊരു ടോപ്പ് തയ്ച്ചതിന്റെ ബാക്കി വന്ന മെറ്റീരിയലും ഉണ്ട്, അത് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്ത സംഭവമാണ്. ആദ്യം പ്ലീറ്റ്സ് എടുക്കാന്ന് കരുതി, പിന്നെ കരുതി വേണ്ട, കുറച്ച് ഗ്യാദേഴ്സ് എടുക്കുന്ന കുറച്ചൊരു ബെറ്റർ ഓപ്ഷൻ എന്ന്. ചില സമയത്ത് ഗ്യാദേഴ്സ് എനിക്ക് വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റും കേട്ടോ. ചില സമയത്ത് ഇങ്ങനെ കുറച്ച് ഡിഫിക്കൽട്ടാണ്, സമയം എടുക്കും. പിന്നെ ഒരു വിധമൊക്കെ നമ്മൾ ഗ്യാദേഴ്സ് ഒക്കെ എടുത്ത് കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ അതിലോട്ട് പിടിപ്പിച്ചാൽ നമ്മുടെ 2 സ്ലീവിലും ഗ്യാദേഴ്സ് വെച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ബാക്കി ലുക്ക് ഞാൻ എന്തായാലും കാണിച്ചു തരാം നിങ്ങളെ. അപ്പോൾ ഞാൻ ഇടയ്ക്കിങ്ങനെ സ്റ്റിച്ച് തുടരുന്ന സമയത്ത് ആ മെഷീൻ ഇടയ്ക്കുന്ന സ്റ്റക്കായിപ്പോയി. അതായത് സൂചി ഒടിഞ്ഞ് അതിലങ്ങ് കയറിയിരുന്നു പോയി. പിന്നെ ഞാനത് ഓപ്പൺ ചെയ്തു ഫുൾ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ മെഷീൻ്റെ ഒന്നും അറിയത്തില്ല. കാരണം അഴിക്കുന്നത് എങ്ങനെ, ഇത് ഫിറ്റ് ചെയ്യേണ്ടത് എങ്ങനെ, എനിക്ക് ആകപ്പാട് കൺഫ്യൂഷനാണ്. പക്ഷേ എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. ഇവിടെ നിന്ന് ഇത് കൊണ്ടുപോകണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് മെക്കാനിക്കലി എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ യൂട്യൂബിൽ ഓരോ വീഡിയോസ് സെർച്ച് ചെയ്തെടുത്തിട്ട് അതിൽ കാണിക്കുന്ന പോലെ തന്നെ ചെയ്ത് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പല പ്രാവശ്യം. എനിക്കിത് 2ാമത്തെ പ്രാവശ്യം കേട്ടോ സ്റ്റക്ക് ആവുന്നത്. ആദ്യം ഒരു 6 മന്ത് മുമ്പ് ഒന്ന് സ്റ്റക്ക് ആയിരുന്നു. അപ്പോൾ ശരിക്കും ഞാൻ പേടിച്ചു പോയി, മെഷീൻ കംപ്ലീറ്റ് ആയിട്ട് പോയെന്ന് കരുതിയത്. പക്ഷേ ഈസി ആയിട്ട് അവർ കൊണ്ടുപോയപ്പോൾ തന്നെ സെറ്റാക്കി തന്നെ കേട്ടോ. അപ്പോൾ എനിക്കിത് ശരിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആകെ ടയർഡായി. പിന്നെ ഞാൻ ഒരു കോഫി ഉണ്ടായി കുടിച്ചു കേട്ടോ. ഇവിടെ വെള്ളപ്പൊക്കം ആയതുകൊണ്ട് നമുക്ക് പാല് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഷോപ്പുകാർക്ക് ആലപ്പുഴ പോയിട്ട് വേണം പാലെടുക്കാൻ. അവർക്ക് ആലപ്പുഴ പോകാൻ പറ്റത്തില്ല, കാരണം വെള്ളം പൊങ്ങി ഇരിക്കുന്നതാണ്. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മൾ ഫുള്ള് കട്ടൻ കുടിച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ 2 ദിവസം കുടിക്കാത്തതുകൊണ്ട് ഇപ്പോൾ കുടിക്കുമ്പോൾ എന്തോ ഇറങ്ങി പോകുന്ന പോലെ ഭയങ്കര, അതായത് കോഫിയും ചായയൊക്കെ അഡിക്റ്റ് ആയിട്ടിരിക്കുന്നവർക്ക് ഒരു 5-6 ദിവസം ഇതൊന്നും കിട്ടാതിരിക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, അതേപോലെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ശരിയാക്കിയുണ്ട്. പിന്നെ ഞാനത് ബാക്കി തയ്ച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഔട്ട്ലുക്ക് എന്ന് പറയുന്ന സംഭവം ഇതാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കിങ്ങനെ ഫ്രില്ല് വരുന്ന ടൈപ്പ് എനിക്കങ്ങനെ ഇല്ല. ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഞാനിതിൽ ഒത്തിരി ഹാപ്പിയാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ വീഡിയോസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ പിറ്റേ ദിവസം ഇതിൻ്റെയൊക്കെ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് വരുന്നത്. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.